வேகம் வேகம் சீக்கிரமாக்கும். எங்க கிடைக்கும்? ஏதோ சார் இப்போ வந்துடுறேன். இப்போ பார்த்துட்டு வந்துடுறேன். ரூம் எப்படியா கிடைக்கும்? ஏதோ வந்துடுறேன் சார். വേഗം വാങ്ങോ. അമ്മേ എനിക്ക് വിശക്കുന്നു. ഒന്നും മിണ്ടാതിടാ ഇറക്കാം. ഇപ്പോഴല്ലേ പഴം ഓറഞ്ചൊക്കെ വെട്ടി വിഴുങ്ങിയത്. എവിടെങ്കിലും പോയി ഒന്ന് വീണാ മതിയായിരുന്നു. ചെറു പെട്ടിക്കട കണ്ടോ ഒന്ന് നിർത്തണട്ടോ. സോഡ മേടിച്ചിട്ട് ഒന്ന് ചുമ്മാ ഇരേട്ടാ. സോഡ എവിടെയെങ്കിലും മുറി ഇട്ടേട്ടാ ആദ്യം. സോഡ സോഡ. சார் நம்ம குன்னூர் போயிடலாம் சார். കൂനൂരാ சார் குன்னூர் போயிடலாம் சார். 14 കിലോമീറ്റർ தான். നീ റൂം എടുത്തരാന്ന് சொன்னേ. ഇത് നാലാമത്തെ സ്ഥലത്താ ഇപ്പൊ കൊണ്ടുവന്നു. 25 രൂപ വാങ്ങിച്ചു. കൂനൂര് വന്നിന്റെ ഉദ്ദേശം சார் சொல்றத கேளுங்க. இங்க ஃப்ளவர் ஷோ நடக்குது. அதனால ரூம் எல்லாம் ஃபுல். റൂം എടുത്തരാന്ന് சொன்னியே നേരാന്നുള്ളയാ சார் சொன்னேன் சார். ஆனா ആനേ പോയി ഒന്നും വേണ്ട. മനുഷ്യനെ പറ്റിയാ പൈസ ஏய் പൈസ யாரு பார்த்து யானை போனாங்கடா? ஏய் என்ன நீ ஊரு விட்டு ஊர் வந்திக்கிற டபாக்கிறே நீ போடா. എന്റെ പൈസടാ. രൂപ കൊടുക്കണ ചോമ്പേരി. ஏய் யாரு பாத்துற சோம்பேறங்கடா பொறம்போக்கு. എനിക്കറിയാടാ പോണത്. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്നെ മനസ്സിലായ? ആ പൈസയും പോയി കിട്ടി. രൂപ പോണേ പോട്ടെ. നമുക്ക് അഭിമാനം വരുന്നത്. വണ്ടി കയറി അവ ആളെ വിളിക്കാൻ പോയിരിക്കാം. നിന്റെ കിടക്കാൻ തന്ന കണ്ണിന്റെ സ്ലിപ്പറ് പൂടാ ബെനിയിലിട്ട്. നിങ്ങൾ ഇവിടെ ഇരിക്കേ, ഞാൻ പോയി നോക്കിട്ട് சார். நாங்க 12 பேர் இருக்கு. எங்க எல்லாமோ அலைஞ்சு ரூம் கிடைஞ்சில்ல. இப்ப ரொம்ப லேட் ஆயிடுச்சு. இங்க ரூம் கிடைக்குமா? தா சில்ட்ரன்ஸ் லேடிஸ் எல்லாம் இருக்கு. ഡോർമിറ്ററി പോതുമാ? അതെന്താ ഡോർമിറ്ററി? നോ സെപ്പറേറ്റ് റൂംസ്. ഓൾ ഓഫ് യു ക്യാൻ സ്റ്റേ ടുഗദർ. എല്ലാരും കൂടെ ഒരുമിച്ച് ഒരു ഡബിൾ റൂം. അതൊന്നും വേണ്ട സേതു. ഇനി ഈ കാറ്റത്ത് നടക്കാൻ എന്നെ കൊണ്ട് വയ്യ. നമുക്ക് ഇവിടെ തന്നെ കൂടാം. എനിക്കൊരു സെപ്പറേറ്റ് റൂം വേണം. இங்க ഡോർമിറ്ററി மட்டும் தான் இருக்கு. உங்களுக்கு வேணுமா வேண்டாமா? വേണം. அட்ரஸ் போடா போடா. அண்ணாச்சி இங்க சோடா கிடைக்குமா? கிடைக்காது. வேண்டாம். சேது மாதவன். എന്തൊരു തണുപ്പുണ്ടാ. മിക്സ് ചെയ്ത് കൊണ്ടത് നന്നായി. ഇവിടെ സോഡയില്ല കീടിയില്ല. എല്ലാരും കൂടി ഇതിനകത്താണോ? നല്ല തമാശയായിരിക്കും. എല്ലാവർക്കും കൂടെ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ചിരിച്ചിരിക്കാം. പിന്നാലെ പറഞ്ഞൊക്കെ പിന്നെ നേരം വളരെ ആയി കിടന്ന് ഉറങ്ങാൻ നോക്കും. ആ പെണ്ണുങ്ങളൊക്കെ ഇങ്ങോട്ട് വരും. ആണുങ്ങളെ ഞങ്ങൾ അപ്പുറത്ത് കൂടിക്കോളാം. ചായ 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 ചായ. ഈ ഹോട്ടലിലെ ബ്രേക്ക്ഫാസ്റ്റും ചായ ഒന്നുമില്ല. അതുകൊണ്ട് പഴവും ബ്രെഡൊക്കെ വെളിയിൽ നിന്ന് വാങ്ങിച്ചു. ചായ ഇഡ്ഡലി ദോശ കഴിക്കണമെങ്കിൽ പോകുന്ന വഴി കഴിക്കാം. എളുപ്പം റെഡിയായി. ആശയ്ക്ക് ചെറിയൊരു പനി. പനി? വേണ്ട. ശരിയാ, ചെറിയ ചൂടുണ്ട്. അപ്പൊ പുറത്തേക്ക് ഇറങ്ങണ്ട. ധാരാളം ചൂടുവെള്ളം കഴിച്ചാൽ മതി. പനി മാറും. ഇംഗ്ലീഷ് മരുന്നൊന്നും കഴിക്കണ്ട കേട്ടോ. ആശയ്ക്ക് കൂട്ടിന് ആളില്ലല്ലോ. ഞാൻ ഇവിടെ നിക്കാം. ഞാൻ നിക്കാം. എനിക്ക് വയ്യ തണുപ്പത്ത് ഇറങ്ങി നടക്കാൻ. അത് മതി. എങ്കിൽ പുറപ്പെടാം. എന്ത് പറ്റി നോക്കട്ടെ. എന്താ എന്ത് പറ്റി? കുഴപ്പമായി തോന്നുന്നത്. ഈ ദുശകരം പിടിച്ചവനെ ആദ്യം അടിച്ച് പുറത്താക്കേണ്ട ചെയ്തു. ഇവ കൈ തൊട്ടുണ്ടെങ്കിൽ വണ്ടിയല്ല എല്ലാം നിൽക്കും. കണ്ണാടി വെച്ചാൽ വണ്ടി ഓടിക്കാതെ. ഇത് 64 മോഡൽ തുക്കടാ വണ്ടിയാ. അപ്പൊ ഇടക്കിടക്ക് വണ്ടി നിൽക്കും. നീ അത് കള പ്രേമ. കാര്യം എന്താ നോക്ക്. ഫാൻ ബെൽറ്റ് പൊട്ടി മുതലാളി. ഇനി കട തുറന്ന് ഫാൻ ബെൽറ്റ് വാങ്ങി അത് വർക്ക്ഷോപ്പ് കൊണ്ടുപോയി ഇട്ട് 3 മണിക്കൂർ എടുക്കും ചുരുങ്ങിയത്. തൊലച്ചു. നമുക്കൊരു ടാക്സി പിടിച്ച് പോവാം. അതാ നല്ലത്.
ചൂടുവെള്ളം കുടിച്ചാലൊന്നും പനി മാറൂല. ഞാനൊരു ഡോക്ടറെ കണ്ടു, ഒരു ഗുളിക എഴുതി തന്നിട്ടുണ്ട്, കഴിച്ചോളൂ. എന്നോടുള്ള ഇഷ്ടക്കേട് മരുന്നിനോട് കാണിക്കണ്ട. അവരൊക്കെ ഇവിടെ? ഞാനൊരു സൂത്രപ്പണി ഒപ്പിച്ചു. കുട്ടിയുടെ പനിയായിരുന്നു എന്റെ മനസ്സ് നിറച്ച്. കഴിക്കുന്നേ. ഇത് നെറ്റിയിൽ പുരട്ടാം. എന്തു പറ്റി? ഇങ്ങ് തന്നച്ചാ മതി, ഞാൻ പരട്ടിക്കോളാം. ആയിക്കോട്ടെ. അവിടെയല്ല. എന്താ കാണിച്ചേ? സേതുട്ടിങ് വരട്ടെ. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നതാ. ഇന്നാണ് സന്ദർഭം ഒത്തു കിട്ടിയത്. എന്നെ പറ്റി താൻ എന്ത് വിചാരിച്ചു? എന്റെ ധൈര്യത്തിൽ ഈ തണ്ടിത്തരം കാണിച്ചേ? തണ്ടിത്തരല്ല, ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്തത്. നോൺസെൻസ്. ഇന്ന് തന്നെ ജോലി തീരും. സേതുട്ടി വന്ന ഉടനെ ഞാൻ പറയും. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞേക്കാം. കുട്ടി, ഞാൻ അങ്ങനെ പേടിക്കുന്ന ടൈപ്പൊന്നുമല്ല. തെറ്റ് ചെയ്തു എന്ന തോന്നലുണ്ടെങ്കിലല്ലേ പേടിക്കണ്ടു. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഇഷ്ടപ്പെടുന്ന കുട്ടിയെ ഒന്ന് തൊട്ടു, അത്രയല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞിട്ട് ചാവുന്നെങ്കിൽ ചാവട്ടെ, ജീവൻ പോയാലും ശരി. മുതലാളിയോട് ഞാനിത് പറഞ്ഞിട്ട് എന്റെ ബാക്കി കാര്യം. വെരി ഗുഡ്. മുതലാളി എത്തിക്കഴിഞ്ഞു. ചൂടോടെ പറഞ്ഞേക്കാം. ഇവിടെ ഒരു അടിയും ബഹളവും കൊലപാതകം ഉണ്ടാക്കി ഈ യാത്ര ഞാൻ കുളമാക്കി തരാം. ശരിയാ? ഓ, ടാക്സി യാത്ര മുതലാവൂല. അതുകൊണ്ട് ഞാനിങ്ങി പോന്നു. ഊണ് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. മുതലാളി, എന്നോട് ക്ഷമിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാനൊരു തെറ്റ് ചെയ്തു. തെറ്റോ? ഞാനത് മുതലാളിയോട് തുറന്നു പറഞ്ഞില്ലെങ്കിൽ മുതലാളിയോട് കാണിക്കുന്ന വലിയൊരു നന്ദി കേടായിരിക്കും അത്. നീ കാര്യം പറ. ഞാൻ മുതലാളിയുടെ ആരാ? നീ പറയുന്നേ പറയടാ. വെറും ഒരു ജോലിക്കാരൻ, വെറും ഒരു ഏറാമൂളി. അങ്ങനെയുള്ള ഞാൻ ഇന്ന് വണ്ടി നന്നാക്കി കഴിഞ്ഞ് ഇവിടെ വന്നു. നേരെ മുറ്റത്തൂടെ നടന്നു വന്ന് അപ്പോ മുതലാളിയുടെ സിസ്റ്റർ ഈ കസരയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പനിയാണല്ലോ എന്ന് വിചാരിച്ച് ഞാൻ വഴിയിൽ നിന്ന് 1-2 ഗുളിക വാങ്ങിച്ചു കഴിക്കാൻ കൊടുത്തു. ഒരു കുപ്പി വിക്സും കൊടുത്തു, നെറ്റി പുരട്ടാൻ. എന്നിട്ട് ഞാൻ ആ സത്യം മുതലാളിയുടെ സിസ്റ്ററിനോട് തുറന്നു പറഞ്ഞു. എന്ത്? തെറ്റ് എന്റേതാണ് മുതലാളി. നീ കാര്യം പറടാ. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. വണ്ടിയുടെ ഫാൻ ബെൽറ്റ് പൊട്ടിയിട്ടില്ലായിരുന്നു. എന്റെ അശ്രദ്ധ കൊണ്ട് പൊട്ടിയെന്ന് തോന്നിപ്പോയതാ. അതുകൊണ്ടൊന്നുമില്ല. നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? മനുഷ്യനെ വെറുതെ ടെൻഷൻ പിടിപ്പിക്കല്ലേ. വട്ട് തന്നെ. എന്താ? ഇതാണോ സേതുട്ട നമ്മുടെ ഹണിമൂൺ? ഇതാണോ ഞാൻ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുവരുന്ന സ്വപ്നം? ഇതിലും ഭേദം തൃശ്ശൂർ പൂരത്തിനിടയ്ക്ക് ഹണിമൂൺ ആഘോഷിക്കുന്നതാ. നമ്മളൊരു വീട്ടിൽ കുടുംബമായിട്ട് താമസിക്കുമ്പോ ഞാനും ചൊല്ലുവും മാത്രം ഇറങ്ങിപ്പോന്ന അത് എനിക്കൊരു വിഷമം തോന്നി. പക്ഷെ എനിക്ക് നേരെ വേണമെന്ന് സംസാരിക്കാൻ, സേതുട്ടന്റെ അടുത്തൊന്ന് ഇരിക്കാൻ ഈ കാക്കക്കൂട്ടിനകത്ത് ഒരു നിമിഷമെങ്കിലും സാധിച്ചോ? എന്തോന്നാ ഇത്? അഭയാർത്ഥിക്കാമ്പോ? സേതുട്ടന് ഒരു പ്രശ്നമില്ല, മലന്ന് കിടന്ന് കൂർക്കം വലിച്ച് ഉറങ്ങുക. കരയാതെ ചൊല്ലു. ഇപ്പൊ എന്താ വേണ്ട? നമുക്ക് ഒന്നിച്ചിരിക്കണം, മതിയാവുള്ള സംസാരിക്കണം, അത്രയല്ലേ ഉള്ളൂ. നോക്ക്, നാളെ നേരം വെളുക്കുമ്പോ നമ്മൾ മറ്റാരും അറിയാതെ ഹോട്ടലിൽ നിന്ന് കടക്കും. എന്നിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ കറങ്ങും, വായി തോന്നുന്നൊക്കെ സംസാരിക്കും. ഞാൻ ഏറ്റു. കരയാതെ ചൊല്ലു. ഞാൻ പറഞ്ഞില്ലേ, നാളെ നേരം വെളുക്കുമ്പോഴാണ് നമ്മുടെ ഹണിമൂൺ തുടങ്ങുന്നത്. രക്ഷപ്പെട്ടു. ഇനി ഇന്ന് രാത്രി ആവുന്നവരെ അങ്ങോട്ടില്ല. എല്ലാരും കൂടെ എന്നെ ഒരു വഴിയാക്കും. ഇങ്ങോട്ട് ക്ഷണിച്ചോണ്ട് വന്നിട്ട് മുങ്ങിക്കളയാന്ന് വെച്ചാ അത് വീട് ചെയ്തോട്ടാ. അതൊക്കെ എപ്പോഴേ വിട്ടു. ഞാൻ പ്രേമന്റെ ഈ ചെലവിനുള്ള കാശും കൊടുത്തിട്ട് നല്ലൊരു നുണ തട്ടി വിട്ടോളാൻ പറഞ്ഞു. അതൊക്കെ അവൻ ചെയ്തോളും. ഇതാണ് ഞാൻ ആഗ്രഹിച്ച സേതുട്ട. ഞാനും സേതുട്ട മാത്രമായിട്ടുള്ള ഒരു ലോകം. മുതലാളി, മുതലാളി, മുതലാളി. ആണോ?
മുതലാളി എന്താ എന്താ ചതിച്ചു. മുതലാളിയുടെ അമ്മാവൻ വലിയോട് വലി, ഭയങ്കര ആസ്മ. ഡോക്ടറെ വിളിച്ചു. എല്ലാരും മുതലാളി അന്വേഷിക്കാണ് അവിടെ. ഇത്രയും ക്രോണിക്കായ അസുഖം വെച്ചിട്ട് ആരെങ്കിലും ഊട്ടിയിലേക്ക് വരുമോ? വയസ്സാവും തോറും മനുഷ്യന് ബുദ്ധിയില്ലാണ്ടായാലും എന്താ ചെയ്യാ? ഇങ്ങോട്ട് വരണ്ട വരണ്ടെന്ന് അച്ഛനോട് 100 വട്ടം പറഞ്ഞതാ. ചൂടുള്ള ബ്രാൻഡിയിൽ കുരുമുളക് ഇട്ട് കൊടുത്താ മൊത്തം നിക്കില്ല ഇത്. അപ്പൂപ്പൻ ചാവാൻ പോവാണ്. സേതു വന്നു. അമ്മാ, നിങ്ങളാണോ ഗ്രൂപ്പ് ലീഡർ? ഇപ്പൊ എങ്ങനെയുണ്ട് ഡോക്ടർ? പേഷ്യന്റിനെ ഒരു സെക്കൻഡ് ഇവിടെ നിർത്തണ്ട. എത്രയും പെട്ടെന്ന് ഊട്ടി വിട്ട് നല്ല ഏതെങ്കിലും ഹോസ്പിറ്റലിൽ തൽക്കാലം ഞാൻ വേണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മാ അറിയാം അറിയാം. എന്താ? ഇപ്പൊ തന്നെ ഊട്ടി വിട്ടേ പറ്റൂ. അമ്മാവനെ ഐസിയുന്ന് വാർഡിലോട്ട് മാറ്റി. ഇപ്പോ അപകടഘട്ടം തരണം ചെയ്തു എന്ന് പറയാം. പിന്നെ ആസ്മയ്ക്ക് ബെസ്റ്റ് ഒരു പരിപാടി ഉണ്ട് അത്രേ. അലോപ്പതി ഡോക്ടേഴ്സ് എന്നാ പറയുന്നത്? ഹൈദരാബാദിൽ പോയിട്ട് മീൻ വിഴുങ്ങാൻ മതിയെന്ന്. ഒരു പ്രത്യേക ദിവസം അന്ന് വേണം നമ്മൾ മീൻ വിഴുങ്ങാൻ വേണ്ടി ഹൈദരാബാദിന് പോകേണ്ടത്. എന്തൊക്കെയോ ചില പ്രത്യേക സിദ്ധികളുള്ള ഒരു കുടുംബത്തിന്റെ ഏർപ്പാടാണത്രേ. കേട്ടപ്പോ കൊള്ളാൻ തോന്നി. ഒറ്റയടിക്ക് മാറി അമ്മാവൻ രക്ഷപ്പെട്ടില്ലേ? എങ്ങനെയുണ്ട് സേതു? കുഴപ്പമൊന്നുമില്ല ചാ. 2-3 ദിവസം കൂടെ കിടക്കേണ്ടി വരും. ഓ ദൈവം കാത്തു. ബഹളത്തിനിടയിൽ ചോദിക്കാൻ വിട്ടുപോയി. എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഊട്ടി യാത്ര? അത് ഭയങ്കര രസമായിരുന്നു അച്ഛാ. അവിടുത്തെ താമസമായിരുന്നു ഏറ്റവും രസം, അല്ലേ ഏട്ടാ? ഓരോരുത്തർക്കും താമസിക്കാൻ പ്രത്യേകം പ്രത്യേകം വിശാലമായ മുറികൾ, പിന്നെ പ്രത്യേകം പ്രത്യേകം വാഹനത്തിലുള്ള യാത്ര. ഊട്ടിയിൽ ഇനി കാണാൻ ഒരു സ്ഥലം ബാക്കിയില്ല. ആണോ? മനസ്സും കിട്ടാൻ ഇതുപോലുള്ള യാത്ര എപ്പോഴും നല്ലതാ. ഇനി അടുത്തെങ്ങാനും വല്ലയിടത്ത് പോവാൻ പരിപാടി ഉണ്ടോ? ഇനി ഞങ്ങൾ ഹൈദരാബാദിൽ പോകുന്നുണ്ട്, അല്ലേ ഏട്ടാ? മീൻ വിഴുങ്ങാൻ. അല്ല അച്ഛാ, അത് ഈ ആസ്മയുടെ ചികിത്സയ്ക്ക് അമ്മാവനെയും കൊണ്ട് ഹൈദരാബാദിൽ പോകുന്ന കാര്യം പറഞ്ഞ. മീൻ വിഴുങ്ങി ചികിത്സ വളരെ എഫക്റ്റീവ് ആണ് അത്രേ. സേതു ബാ. ആശയ്ക്ക് തരക്കേടില്ലാത്തൊരു ആലോചന വന്നിട്ടുണ്ട്. ചെറുക്കൻ എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാ, സ്കൂൾ മാസ്റ്റർ. കുടുംബപരമായി വലിയ സാമ്പത്തിക ശേഷിയൊന്നുമില്ല, സൽസ്വഭാവിയാ. നമ്മള് കാര്യമായിട്ട് എന്തെങ്കിലും കൊടുക്കാതെ പറ്റില്ല. എന്റെ കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം വല്ലവിധേനയും ഒന്ന് നടന്നു കണ്ടാ മതി. അത്രേ ഉള്ളൂ ആഗ്രഹം. നമുക്ക് നടത്താം അച്ഛാ. ഏത് രീതിയിലാണ് എനിക്ക് കുട്ടിയോടുള്ള ഇഷ്ടം കാണിക്കേണ്ടത് എന്നറിയാതെ പോയി. എനിക്ക് മാപ്പ് തരണം. എന്ത് ധൈര്യത്തിലെ ഈ ഇഷ്ടം തോന്നിയെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരാളെ ഇഷ്ടപ്പെടാനുള്ള ധൈര്യമൊക്കെ എനിക്കുണ്ട്. ആ ധൈര്യം മനസ്സിലിരിക്കുള്ളൂ. എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടണം എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്. ഏകലവ്യൻ ദ്രോണാചാര്യർക്ക് ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല. വെറുപ്പാണ് അധമമായ വികാരം. ഇത് സ്നേഹമാണ്. ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരുടെയും സമ്മതം ആവശ്യമില്ല. എന്തായി? എന്റെ ചോര കണ്ടാലേ ഇവനൊക്കെ തൃപ്തി വരെയുള്ളൂ. നാളെ വരാമെന്ന് ഏറ്റിട്ടുണ്ട്. അവന്റെ അമ്മൂമ്മയ്ക്ക് വായ്ക്കിലിടാൻ ചോറോ ചായയോ ബിരിയാണി എന്താന്ന് വെച്ചാൽ വാങ്ങിച്ചു വെക്ക്. ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വരുമ്പോ ഉരുട്ടി ഉരുട്ടി വിഴുകട്ട്. അതിനുള്ള കാശ് എന്നാ പണയം വെക്ക. തുടക്കി സുഭദ്രേ, ഇന്ന് ഞാനൊരു സത്യം മനസ്സിലാക്കി. എന്ത്? ജീവിതത്തിൽ ഒരിക്കലും മടുക്കാത്തൊരു പരിപാടി ഉണ്ട്. എന്ത് പരിപാടി? ഈ പരിപാടി, ഊണൊഴിക്കല്. ഇപ്പൊ ഞാൻ എത്ര പേർത്തില്ലേ, എനിക്കൊരു ബോറടിയില്ല. വലിയേട്ടൻ നേരത്തെ ഇങ്ങി പോകുന്നല്ലേ? നിന്നെ കണ്ടില്ല. വയറിംഗ് ചെക്ക് ചെയ്യാൻ നാളെ ചിലപ്പോ എഞ്ചിനീയർ വരും. വലിയേട്ടൻ എന്റെ ഏട്ടനാണെന്ന് എഞ്ചിനീയർക്ക് അറിയില്ലല്ലോ. അതറിയാത്തതാണ് എന്റെ ഫാക്ടറിയുടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ട് വലിയേട്ടൻ നാളെ ഫാക്ടറിയിലോട്ട് വരണ്ട. ഏയ്, ഞാനൊരു കുഴപ്പമുണ്ടാക്കില്ല. എന്നാലും വരണ്ട.
നിന്റെ ആഗ്രഹം അതാണെങ്കിൽ അതെ, അതാണ് എന്റെ ആഗ്രഹം. സേതുട്ട ആ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. അറിഞ്ഞോ ആ. എന്റെ ഫ്രണ്ട് ഇല്ലേ ശ്യാമ, ആ. അടുത്ത ആഴ്ച അവളുടെ കല്യാണ. ആ. ഇൻവിറ്റേഷൻ ഉണ്ട്, പ്രത്യേകം കത്ത് വെച്ചോള്. നമ്മള് രണ്ടാളും എന്തായാലും ചെല്ലണം. അതിനെന്താ? വാച്ച് എവിടെ? ഓ, വാച്ച് നന്നാക്കാൻ കൊടുത്തു. സമയം അറിയാനേ 1:57. ഊണ് കഴിക്കാം, ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ട്. അയ്യേ, ഇതാണോ സാമ്പാറ്? നന്നായിട്ടുണ്ടല്ലോ. ആ, ചേട്ടത്തെ എങ്ങനല്ലേ പറയൂ. പ്രധാനമായി ഇതിൽ പരിപ്പ് വന്നിട്ടില്ല. നോക്ക് സുലു, സാമ്പാർ ഉണ്ടാക്കുമ്പോ കുറച്ച് ഉലുവ അല്ലേ, കുറച്ച് ജീരകം, രണ്ടും ഒരു പ്രത്യേക പരുവത്തിൽ എണ്ണയും മൂപ്പിച്ച് ഇതിൽ പൊടിച്ച് ചേർക്കണം. എന്റെ പൊന്നിയിടത്തി, ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ഞാൻ കൈ കഴുകിയിട്ട് വരാം. അത് കഴിഞ്ഞ് ഊണ് കഴിക്കാൻ സാമ്പാറില്ലാതെ. സേതുട്ടാ, എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അങ്ങനെ കൊച്ചാക്കണ്ടായിരുന്നു. എന്ത് പറ്റി? എന്നെ മാറ്റി നിർത്തി സ്വകാര്യത്തിൽ പറയായിരുന്നില്ലേ സാമ്പാർ മോശമായിരുന്നു എന്ന്? അയ്യേ, ഞാനൊരു തമാശ പറഞ്ഞല്ലേ. ഒന്നുമല്ല, പണ്ടത്തെ ആളൊന്നല്ല ഇപ്പൊ സേതുവേട്ടൻ. പണ്ടൊരു വിഷു ദിവസം സേതുവേട്ടൻ വീട്ടിൽ ഊണ് കഴിക്കാൻ വന്നപ്പോ ഞാനുണ്ടാക്കിയ സാമ്പാറിനെ എന്തുമാത്രം പുകഴ്ത്തിയിരുന്നു. ഓർമ്മയുണ്ടാവില്ല, ഞാനൊന്നും മറക്കാൻ ശീലിച്ചിട്ടില്ല. പിന്നീട് എഴുതിയ കത്തിലും സാമ്പാറിനെ അഭിനന്ദിച്ച് എഴുതിയിരുന്നു. കത്തില് സാമ്പാറിനെ പറ്റി എഴുതാ? വാ, കാണിച്ചു തരാം. വേടാ, സുലു, ഞാൻ ചിലപ്പോ എഴുതിയിട്ടുണ്ടാവാം. എഴുത്ത് മുഴുവൻ എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? എല്ലാം ഉണ്ട്. ഞാൻ തൊടുന്ന പൊട്ട്, ഞാൻ എടുക്കാറുള്ള ഉടുപ്പ്, എന്റെ കയ്യിലെ കുപ്പിവളകൾ, ഇല്ല എന്തൊരു ഭംഗിയാണ്, എന്തൊരു ചേർച്ചയാണെന്നൊക്കെ പറയാറുണ്ടായിരുന്നു പണ്ട്. ഇപ്പൊ ഒന്നുമില്ല. ആര് പറഞ്ഞു ഇപ്പൊ പറയില്ലെന്ന്? ഇപ്പൊ ആണേലും പറയാം. ആഹാ, എന്ത് നല്ല പൊട്ട്, എന്ത് നല്ല സാരി, എന്ത് നല്ല വളകൾ, ഇതെല്ലാം എന്തൊരു ഭംഗി, എന്തൊരു ചേർച്ച. മതി, ഇതിന് പേര് പരിഹാസം.